ഹലോ വെൽക്കം ബാക്ക്. ഇനി നമുക്ക് ചാറ്റ് ജി പി ടിയിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കാൻ ശ്രമിക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു ചാറ്റ് ജി പി ടി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ചാറ്റ് ജി പി ടി എന്ന് സെർച്ച് ചെയ്യുന്നു. എന്നിട്ട് ലഭിക്കുന്ന ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളുള്ളത് openai.com ChatGPT എന്ന URL ആണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ChatGPT യൂസ് ചെയ്തിട്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രോംപ്റ്റ് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഐഡിയ ജനറേറ്റ് ചെയ്യണം, ഒരു ബിസിനസ് ഐഡിയ ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എഴുതണം, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇമെയിൽ എഴുതണം. അങ്ങനെ പല തരത്തിലുള്ള സജഷൻസ് നമുക്ക് ചോദിക്കാം. അതിനൊക്കെ ഒരുവിധം നല്ല മറുപടി ChatGPT നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ചോദിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഓപ്ഷനിലല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് വരുന്ന സെഷനിലൊക്കെ അത് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതിനുവേണ്ടി സ്റ്റാർട്ട് നൗവിൽ ക്ലിക്ക് ചെയ്യുന്നത്. സ്റ്റാർട്ട് നൗവിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ChatGPT എന്ന URL ആണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമുക്ക് ChatGPT അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാതെ, അതായത് നമ്മൾ ലോഗിൻ ചെയ്യാതെയും വേണമെങ്കിൽ നമുക്ക് ChatGPT യൂസ് ചെയ്യാം. തുടക്കത്തിലൊക്കെ നമ്മൾ മാൻഡറ്ററി ആയിട്ട് ലോഗിൻ ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യാതെയും അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാതെയൊക്കെ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ക്രിയേറ്റ് കണ്ടൻറ് കലണ്ടറോ അല്ലെങ്കിൽ മോർണിംഗ് റുട്ടീനോ അങ്ങനെ എന്തെങ്കിലും സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ട സജഷൻസ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമായിട്ടുള്ള ചാറ്റും ചോദിക്കാം. കസ്റ്റമായിട്ടുള്ള മെസ്സേജസും ചോദിക്കുകയാണെങ്കിൽ അതിന് വേണ്ട റിസൾട്ടും അല്ലെങ്കിൽ റെസ്പോൺസും നമുക്ക് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഒരു കസ്റ്റം മെസ്സേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെസ്പോൺസ് ജനറേറ്റ് ചെയ്ത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ChatGPT ജനറേറ്റ് ചെയ്ത മറുപടി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില സമയത്ത് ChatGPT മിസ്റ്റേക്ക് വരുത്തും. അപ്പോൾ ഈ റിസൾട്ട് കറക്റ്റാണോ എന്ന് നമ്മൾ തന്നെ ക്രോസ് ചെക്ക് ചെയ്യണം. ഇനി ഞാൻ ലോഗിൻ ചെയ്യാൻ പോവാണ്. കാരണം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ബെനിഫിറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ചാറ്റ് ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ചാറ്റ് ക്രിയേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ ഞാൻ ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് നമ്മുടെ ChatGPTയിൽ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഞാനിപ്പോൾ പുതിയൊരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു അക്കൗണ്ട് യൂസ് ചെയ്തിട്ടാണ് ChatGPT യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ യൂസ് ചെയ്യാൻ ഓപ്പൺഐക്ക് ഗൂഗിൾ അക്കൗണ്ടിലെ ഡീറ്റെയിൽസ് യൂസ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യുക. ഓതൻറ്റിക്കേഷൻ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പുതിയ പേര് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം. അത് കൂടാതെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അത് കഴിഞ്ഞ് എഗ്രി കൊടുക്കാം. അപ്പോൾ നമ്മൾ ChatGPTയിലോട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെയുള്ള ഓൾറെഡി ഉള്ള ടെംപ്ലേറ്റിൽ ഏതെങ്കിലും ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമായിട്ടുള്ള മെസ്സേജസ് ചോദിക്കാം. ഇതിവിടെ നമുക്കൊരു മെസ്സേജ് കിടക്കുന്നത് ChatGPT സ്റ്റാർട്ടഡ് ഗൈഡാണ്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും എങ്ങനെ ChatGPT എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ChatGPT നൽകുന്ന സജഷനാണ്. ഇവിടെ നമ്മൾക്ക് കൃത്യമായിട്ടും അവർ പറയുന്നുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ AI എന്ന് ചോദിക്കുന്നതിന് പകരം AI യൂസ് ചെയ്തിട്ട് ഹെൽത്ത് കെയറിൽ എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ വലിയ കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യനായിട്ട് ബ്രേക്ക് ചെയ്ത് ചോദിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അതുപോലെ എന്ത് തരത്തിലുള്ള ഔട്ട്പുട്ട് വേണം എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു PDF ഫയൽ, അല്ലെങ്കിൽ ഒരു PPT ഫയൽ, അല്ലെങ്കിൽ ഒരു ഇമേജ് ഫയൽ, അല്ലെങ്കിൽ ഒരു CSV ഫയൽ, അങ്ങനത്തെ ഏത് തരത്തിലുള്ള ഫയലാണ് വേണ്ടത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഔട്ട്പുട്ടാണ് വേണ്ടത് എന്ന് നമുക്ക് നമ്മുടെ ചോദ്യത്തിൽ തന്നെ സ്പെസിഫൈ ചെയ്യാം. അതേപോലെ കൂടുതൽ നല്ല ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാം. അതായത് ഇപ്പോൾ ഒരു എസ്സേ അല്ലെങ്കിൽ ഒരു സമ്മറി തന്ന് അത് കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമോ എന്നൊക്കെ നമുക്ക് കൂടുതൽ ചോദിക്കാം. അങ്ങനെ ഒരുപാട് സജഷൻസ് എങ്ങനെ ChatGPT എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നതിനെ പറ്റി ChatGPT തന്നെ കുറേ സജഷൻസ് തരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങൾ നേരിട്ട് കസ്റ്റമായിട്ട് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ AWSനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും പഠിക്കണം എന്ന് വിചാരിക്കാം. അത് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ AWSൻ്റെ യൂസ് എന്താണെന്ന് നമുക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പുതിയ സമ്മറി
ChatGPT നമുക്ക് ജനറേറ്റ് ചെയ്ത് നൽകുന്നതാണ്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സമ്മറിയാണ്. പക്ഷേ ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചോദിച്ച് കറക്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ പുതിയ ജനറേറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ജനറേറ്റ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ഈ ജനറേറ്റ് ചെയ്ത ഔട്ട്പുട്ടിനെ ബേസ് ചെയ്ത് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാം. ഞാനിപ്പോൾ AWSനെ കുറിച്ചാണ് ചോദിച്ചത്. അതിനെക്കുറിച്ച് നമുക്കൊരു റിസൾട്ട് ഇപ്പോൾ ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടിയ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് വീണ്ടും അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ AWSനെ കുറിച്ച് ചോദിച്ച് ഇനി അസൂറിനെ കുറിച്ച് ചോദിക്കണമെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. അപ്പോൾ ഇവിടെ ആ ചോദ്യം കാണുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും. നമ്മളിപ്പോൾ AWSനെ കുറിച്ച് ചോദിച്ചില്ല, ജസ്റ്റ് ഹൗ ഇറ്റ് ഡിഫർ ഫ്രം അസൂർ എന്നാണ്. പക്ഷേ AWSും അസൂറും തമ്മിലുള്ള കമ്പാരിസനാണ് നമ്മുടെ റിസൾട്ടിൽ വരുന്നത്. കാരണം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ ഒരു കൺസോൾട്ടേറ്റ് അല്ലെങ്കിൽ കൺസിഡർ ചെയ്തിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻസിൻ്റെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുക. ഇനി നമുക്ക് കരിയറിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഡാറ്റാബേസ് ഡെവലപ്പറാണെന്ന് അസ്യൂം ചെയ്യാം. നമുക്ക് 10 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ AWS യൂസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ അസൂർ യൂസ് ചെയ്യാം എന്നതിനെ പറ്റിയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ChatGPT വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സജഷൻസ് നൽകും. ഇതുപോലെ നമുക്ക് സർട്ടിഫിക്കേഷനെ കുറിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏത് സർട്ടിഫിക്കേഷൻ, ഒരു ഡാറ്റാബേസ് ഡെവലപ്പർ ആണെങ്കിൽ അസൂറിൽ ഏത് സർട്ടിഫിക്കേഷനാണ് നല്ലത്, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയർ ആണെങ്കിൽ ഏത് സർവീസാണ് അല്ലെങ്കിൽ ഏത് സർട്ടിഫിക്കേഷനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സജഷൻസ് നൽകുന്നത് കാണാൻ പറ്റുന്നതാണ്. ഇനി വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസ് കേസാണ് ഇമെയിൽ കമ്പോസ് ചെയ്യാം. അതായത് നമുക്ക് വേണ്ട ഇമെയിൽ നമ്മളൊരു ജസ്റ്റ് സിറ്റുവേഷൻ സ്പെസിഫൈ ചെയ്യാം. അതിന് വേണ്ട ഒരു ഇമെയിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ChatGPT വളരെ ഡീസൻ്റായിട്ട് വളരെ കൃത്യമായിട്ട് നല്ല ഇമെയിൽസ് കമ്പോസ് ചെയ്ത് തരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ലീവ് ലെറ്റർ എഴുതണം വിചാരിക്കാം. നമുക്ക് ജസ്റ്റ് ഒരു സിമ്പിൾ മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ തന്നെ വളരെ നല്ല കറക്റ്റായിട്ടുള്ള മെയിൽസ് ChatGPT ജനറേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. പക്ഷേ ഈ മെയിലുകളും ഈ നമ്മുടെ കരിയറിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഒന്നിച്ചാക്കാതെ വ്യത്യസ്തമായ ചാറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ വെക്കുകയാണെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് മാനേജ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ചാറ്റ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മെസ്സേജും മറ്റൊരു ചാറ്റിൽ വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പം നമുക്ക് വീണ്ടും അതേ മെസ്സേജ് ടൈപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് ആ ലെറ്റർ അല്ലെങ്കിൽ ആ മെയിൽ വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയ ചാറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഇമെയിലിന് വേണ്ട എല്ലാ ചാറ്റുകളും ഒന്നിച്ച് എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സിറ്റുവേഷൻ കൊടുക്കുന്നത്, ഞാൻ ലീവാണ്, എനിക്ക് സുഖമല്ല, ഒരു മെയിൽ സജസ്റ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ChatGPT 2 മെയിലാണ് നമുക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് 2 റീഡ് ചെയ്തിട്ട് നമുക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 മെയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ 2 സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് 1 നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് 1ാമത്തേലോട്ട് പോകാനുള്ള ഓപ്ഷനുണ്ട്. ഞാനിപ്പോൾ രണ്ടാമത്തെ സെലക്ട് ചെയ്തു. ഇപ്പോൾ 2ാമത്തെ മെസ്സേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും 2/2 ഇപ്പോൾ ഉള്ളത്. പക്ഷേ നമുക്ക് 1/2 സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ആരോ യൂസ് ചെയ്തിട്ട് 1ാമത്തെ മെയിലോട്ടോ അല്ലെങ്കിൽ 2ാമത്തെ മെയിലോ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് റീജനറേറ്റ് ചെയ്യാനുള്ള അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ജസ്റ്റ് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തം സെലക്ട് ചെയ്യാതെ ആ കോപ്പി ആയി. ഇനി നമുക്ക് ഇമെയിലിൽ പോയിട്ട് സെൻഡ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യണം, ഇതേ മെയിലിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അപ്ഡേറ്റ് ദിസ് ഇമെയിൽ, നമുക്ക് എന്താണ് ഇൻഫർമേഷൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സ്പെസിഫൈ ആണെങ്കിൽ ആ മെയിൽ കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ജോലി തീർക്കാതെയാണ് ലീവ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജോലി തീർത്തിട്ടാണ് ലീവ് എടുക്കുന്നത്, അങ്ങനത്തെ എന്ത് മെസ്സേജ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ തന്നിരിക്കുന്ന മെയിലിൽ അത് അപ്ഡേറ്റ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. കൂടാതെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ വേണമെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കണ്ട് നമുക്ക് ആ മെയിൽ ജസ്റ്റ് എൻ്റർ അടിക്കുകയാണെങ്കിൽ അപ്ഡേറ്റ് വരുന്നത് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ മെയിൽ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ ജസ്റ്റ് മെയിൽ മാത്രമല്ല, അതിൻ്റെ കൂടെ ആ സബ്ജക്റ്റ് വരെ അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്.
നേരത്തെ സിക്ക് ലീവ് ആണെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിക്ക് ലീവാണ്, അതിൻ്റെ കൂടെ സ്റ്റാറ്റസ് അപ്ഡേറ്റും കൂടി ഉണ്ട് എന്ന് നമ്മൾ ആ സബ്ജക്റ്റ് മാറ്റിയിരിക്കുന്നു. കൂടാതെ ആ മെയിലിൽ കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട് ജോബ് കംപ്ലീറ്റ് ആയിട്ട് ഗിറ്റിലോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഞാൻ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂസ് കേസാണ് ഇമെയിൽ എഴുതാൻ വേണ്ടി ChatGPT യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട ഒരു സിറ്റുവേഷൻ സ്പെസിഫൈ ചെയ്യാം, അപ്പോൾ ഒരു ഇമെയിൽ സജസ്റ്റ് ചെയ്യും. അതിലോട്ട് കൂടുതൽ പോയിൻ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത് സ്പെസിഫൈ ചെയ്യാം. അപ്പം നമ്മുടെ മെയിൽ അപ്ഡേറ്റ് ആവുന്ന കാണാം. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ വർക്ക് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു. അതേപോലെ ഇനിയിപ്പോൾ ഒരു ടെമ്പററി ഫോൺ നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ അത് ജസ്റ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വന്ന മെയിൽ വീണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവും. ഞാനിപ്പോൾ ഒരു സാമ്പിൾ ഫോൺ നമ്പർ സ്പെസിഫൈ ചെയ്തിട്ട് മെയിൽ അപ്ഡേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇതെൻ്റെ നമ്പറല്ല, ജസ്റ്റ് ഒരു സാമ്പിൾ റാൻഡം നമ്പർ കൊടുത്തിട്ട് നമ്മളെ മെയിൽ അപ്ഡേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ മെയിൽ വീണ്ടും പൂർണ്ണമായിട്ട് അപ്ഡേറ്റ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. സോ നമുക്ക് ChatGPT യൂസ് ചെയ്തിട്ട് മെയിൽ എഴുതാം, അതേപോലെ സ്റ്റോറീസ് എഴുതാം, പൈത്തോൺ പ്രോഗ്രാംസ് അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജിലെ പ്രോഗ്രാംസ് എഴുതാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ പെയ്ഡ് പ്ലാൻ അല്ല യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഇതിൽ നമ്മൾ സാധാ പ്ലാനാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഇവിടെ അപ്ഗ്രേഡ് പ്ലാൻ എന്ന ഓപ്ഷൻ കാണാം. കൂടാതെ സെറ്റിങ്സ് ഉണ്ട്, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ സെറ്റിങ്സിൽ നമുക്ക് പ്രൊഫൈൽ യൂസ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടി ഞാൻ പറയാം. നമ്മളെപ്പോഴും ChatGPT യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ആവും, അല്ലെങ്കിൽ ആ അപ്പാരോ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ആവും. പക്ഷേ പലപ്പോഴും നമുക്കൊരു നല്ല പ്രോംപ്റ്റ് എഴുതുന്ന സമയത്ത് മൾട്ടിപ്പിൾ ലൈൻ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് എൻ്റർ അടിച്ച് എക്സിക്യൂട്ട് ആവാതെ ഇരിക്കണമെങ്കിൽ ഷിഫ്റ്റ് യൂസ് ചെയ്ത് എൻ്റർ അടിക്കുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസിൽ നമ്മുടെ റിക്വയർമെൻറ്റ് സ്പെസിഫൈ ആവും. അപ്പോൾ നമുക്ക് ആ റിക്വയർമെൻറ്റ് വായിക്കാൻ വളരെ എളുപ്പമായിരിക്കും. നമ്മളെല്ലാ കാര്യം കൂടി ഒറ്റ ലൈനിൽ എത്തുന്നതിന് പകരം മൾട്ടിപ്പിൾ ലൈൻസ് യൂസ് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് അടിച്ച് എൻ്റർ അടിക്കാം. അതേപോലെ നമുക്കൊരു ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഫയൽ ഔട്ട്പുട്ടായിട്ട് ജനറേറ്റ് ചെയ്തെടുത്ത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ChatGPT നൽകുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫയൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ സമ്മറി വേണമെന്നൊക്കെ പറയാം. ചാറ്റ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കാണാം. ഇനിയിപ്പോൾ പ്രൊഫൈലിലോട്ട് പോകണമെങ്കിൽ മൈ GPTs, അതേപോലെ സെറ്റിങ്സ്, അവിടെ നമുക്ക് തീംസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനെ ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം, കാരണം ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമുക്ക് ChatGPT യൂസ് ചെയ്തിട്ട് Excel ഫയലിൽ എങ്ങനെ മാറ്റം വരുത്താം എന്നും കൂടി നോക്കാം, അല്ലെങ്കിൽ Excel യൂസേഴ്സിന് എങ്ങനെ ChatGPT യൂസ് ചെയ്യാം എന്നും കൂടി നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു സെയിൽസ് ഫയലുണ്ട്. ആ സെയിൽസ് ഫയലിൽ നമുക്കൊരു കസ്റ്റം റിക്വയർമെൻ്റ് ആണ്. ഇതിലിപ്പോൾ ഈ ഡാറ്റയിലെ ഇന്ത്യയിലെ സെയിൽസ് മാത്രം എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു Excel ഫോർമുല എനിക്ക് വേണം എന്ന് വിചാരിക്കാം. നമ്മൾ ChatGPTയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ആ ഫോർമുല നമുക്ക് ജനറേറ്റ് ചെയ്യാം. എന്നാൽ ഇതിൻ്റെ പവർഫുള്ളായിട്ടുള്ള മറ്റൊരു ഓപ്ഷനാണ് നമ്മൾ എങ്ങനെ ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ഒരു റിക്വയർമെൻറ്റ് ChatGPTയിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നു. മലയാളത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷ് മലയാളം യൂസ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അവരൊരു ഫോർമുല സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഫോർമുല കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഡബിൾ ഈക്വൽ ഒരു ഈക്വൽ കൊടുക്കുന്നു, അത് കഴിഞ്ഞ് സ്പെസിഫൈ ചെയ്യുന്നു. അപ്പോൾ ഡബിൾ ഈക്വലായിപ്പോയി. അപ്പോൾ ജസ്റ്റ് ആ ഫോർമുല കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നു. ഈക്വൽ ടു ദെൻ ChatGPT സജസ്റ്റ് ചെയ്ത ഫോർമുല സം ഇഫ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാമെന്നാണ് പറയുന്നത്. INT ഉള്ള ഡാറ്റ മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ട് സം ആണത്. നമുക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ച് നോക്കാം. നമുക്കിവിടെ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ട്. ഈ ആൻസർ കറക്റ്റാണെന്ന് നമുക്ക് വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും 14, 15, 81 ഫിൽറ്റർ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഏത് Excel ഫോർമുലയും നമുക്ക് വളരെ സിമ്പിളായിട്ട് ജനറേറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇംഗ്ലീഷ് മലയാളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. ആ ചോദ്യം കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ആ ചോദ്യം കുറച്ചും കൂടി കറക്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടി കറക്റ്റ് ചെയ്ത് കണ്ട് വീണ്ടും ചോദിക്കാവുന്നതാണ്. സോ Excel ഫോർമുലാസ് ജനറേറ്റ് ചെയ്യാനും പൈത്തോൺ സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാമിംഗ് കോഡൊക്കെ ജനറേറ്റ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.